സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സൂറത്തുൽ ഫാത്തിഹയിലെ 7-ാമത്തെ ആയത്താണ് ഇപ്പോൾ നാം ഓതി കേൾപ്പിച്ചത്. 7-ാമത്തെ ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത്. ഇത് പാരായണം ചെയ്യുമ്പോൾ നാം പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇതിനു മുമ്പുള്ള ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ സിറാത്ത എന്ന പദത്തിൽ സ്വാദുണ്ട്, ത്വാ ഉണ്ട്. രണ്ടും കനപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. എന്നാൽ സ്വാദ് കസ്റുള്ളതായതുകൊണ്ട് കൂടുതലായി കനപ്പിക്കാൻ പാടില്ല. അഥവാ സ്വാദ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് പോലെ അമിതമായി കനപ്പിക്കേണ്ടതില്ല, കസ്റുള്ളതായതുകൊണ്ട്. എന്നാൽ സീനെ പോലെ ആക്കാനും പാടില്ല. ഇഹ്ദിന സിറാത്ത അല്ലെങ്കിൽ സിറാത്തല്ലദീന എന്ന രീതിയിൽ ഓതാൻ പാടില്ല. സിറാത്ത. ശേഷം ത്വാഇനും കനപ്പ് കൊടുക്കേണ്ടതാണ്. സിറാത്ത. അവിടെ താ ആക്കി ഉച്ചരിക്കരുത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അൻഅംത എന്ന വാക്കിലെ ഐന് അതിന്റെ യഥാ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. ഐനിന്റെ മഖ്റജ്, ഉത്ഭവസ്ഥാനം തൊണ്ടയുടെ മധ്യഭാഗം ആണ്. ശേഷം ഗൈന് നാം സൂക്ഷിക്കുക. ഗൈനും കനപ്പിക്കേണ്ട അക്ഷരമാണ്. ഐന് അതിന്റെ മേലെ കുത്തില്ല. എന്നാൽ ഐനിന്റെ മേലെ കുത്തുണ്ടാവുമ്പോൾ അതിന്റെ സ്വരം ഉച്ചാരണം മാറുന്നു, വേറെ അക്ഷരമായി മാറുന്നു, ഗൈനായി മാറുന്നു. ഗൈരിൽ മഗ്ദൂബി. ഗൈരി എന്ന് പറയാൻ പാടില്ല. അതിനുശേഷം ഏറ്റവും അറബി അക്ഷരമാലയിൽ പ്രയാസമുള്ള അക്ഷരമാണ് ദ്വാദ്. ഈ ദ്വാദ് നാം ഉച്ചരിക്കുമ്പോൾ അതിന്റെ മഖ്റജ് ആദ്യം പഠിച്ചിരിക്കണം. അറബി അക്ഷരമാലയിൽ ഏറ്റവും പ്രയാസമുള്ളതും ഉച്ചരിക്കാൻ കടുപ്പമുള്ളതുമായ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പറയുന്നു, ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ദോഷമാകില്ല, അത് പൊറുക്കപ്പെടുന്നതാണ് എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നാം മനഃപൂർവ്വം അതിൽ വീഴ്ച വരുത്താനും പാടില്ല. ദ്വാദ് പുറപ്പെടുന്നത് നാവിന്റെ ഏതെങ്കിലും ഒരു പാർശ്വം, സൈഡ്, മേലെ ഭാഗത്തുള്ള അണപ്പല്ലുകളും ചേർന്നുകൊണ്ടാണ് ഈ അക്ഷരം ഉച്ചരിക്കേണ്ടത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി വലദ്ദാല്ലീൻ. ഇവിടെ ദ്വാദിന്റെ ശബ്ദം നാം ശ്രദ്ധിക്കുക. ദാലിനെ പോലെയോ ത്വാഇനെ പോലെയോ വാഇനെ പോലെയോ സാദൃശ്യപ്പെടുത്തരുത്. അതിന്റെ മഖ്റജ് വേറെ തന്നെയാണ്. പിന്നീട് നാം അവസാനമായി ശ്രദ്ധിക്കേണ്ടത് അദ്ദാല്ലീൻ എന്ന വാക്കിലുള്ള ദീർഘമാണ്. 6 വീതം 6 ഖദ്ർ നീട്ടേണ്ടതാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ ദീർഘങ്ങളിൽ ഏറ്റവും കൂടുതലായി നീട്ടേണ്ട 6 ഹറക്കത്ത് നീട്ടം വേണ്ട ദീർഘമാണ്, മദ്ദാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഈ ആയത്ത് ദീർഘമുള്ളതായതുകൊണ്ട് നമുക്ക് ശ്വാസം വിടാൻ വേണ്ടി നിർത്തണമെങ്കിൽ, വഖഫ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ അലൈഹിം എന്ന വാക്കിൽ നിർത്താം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. രണ്ടാമത്തെ അലൈഹിം എന്ന വാക്കിൽ നിർത്താൻ പാടില്ല. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഇതിൽ നിർത്തരുത്. ഇത് തെറ്റായ നൃത്തമാണ്, വഖഫാണെന്ന്
വഖഫ് പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആൻ യഥാവണ്ണം ശരിയാവണ്ണം പാരായണം ചെയ്യുവാനും പഠിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അവിടെ സിറാത്തുൽ മുസ്തഖീം എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ പ്രയോഗിച്ചത് അത് തുടർന്നുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുന്നുണ്ട് എന്നും നമ്മൾ സൂചിപ്പിച്ചു. ആ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ സംക്ഷിപ്തമായി നമുക്ക് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതിന്റെ അർത്ഥം, അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ, അത് കോപവിധേയരല്ലാത്തവരും വഴി പിഴച്ചവരല്ലാത്തവരുമായവരുടെ പാതയിൽ എന്നാണ് അതിന്റെ പരിഭാഷ. ഇവിടെ നമ്മൾ അതിന്റെ വാക്കാർത്ഥം നോക്കുകയാണ് എങ്കിൽ സിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർഗം എന്നാണ്. അല്ലദീന ഒരു കൂട്ടർ, അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവർ, ഗൈർ അല്ലാത്ത, അൽ മഅ്ദൂബ് കോപത്തിനിരയായവർ, വല അല്ല അദ്ദാല്ലീൻ പിഴച്ചുപോയവർ. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നീ അനുഗ്രഹം ചെയ്ത ഒരു കൂട്ടർ കോപത്തിന് വിധേയരല്ലാത്തവരുടെയും വഴി പിഴച്ചവരല്ലാത്തവരുടെയുമായ ആ പാതയിൽ നീ എന്നെ ആക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ ഒരു കാര്യത്തിൽ സഹോദരങ്ങളെ, സിറാത്തുൽ മുസ്തഖീമുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നമ്മെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നവനാണ് പിശാച് എന്നുള്ള കാര്യം ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅ്റാഫിലെ 16-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഖാല ഫബിമാ അഗ്വൈതനി ലഉഖഅദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. ഇബ്ലീസ് പറഞ്ഞതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം. നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുമെന്നാണ്. മനുഷ്യർ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവനാണ് പിശാച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഏതൊക്കെ രൂപത്തിലൂടെ, നമ്മുടെ മുമ്പിലൂടെയും പിന്നിലൂടെയും നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ ആയിക്കൊണ്ട് പിശാച് പ്രവേശിച്ചുകൊണ്ട് അവൻ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ് എന്നർത്ഥം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്ന ആ സിറാത്തുൽ മുസ്തഖീം, അതിൽ നിന്നും വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ആ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനെ കുറിച്ച്, എന്തിൽ നിന്നാണ് ആ പിശാച് വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് സിറാത്തുൽ മുസ്തഖീം? ഒരു വളവും ഒരു ചെരിവും ഇല്ലാത്ത വഴിക്കാണ് അറബി ഭാഷയിൽ സിറാത്ത് എന്ന് പ്രയോഗിക്കുക. എങ്ങനെ? ഒരു വളവും ഒരു ചെരിവും ഇല്ലാത്ത ഒരു വഴിക്കാണ് അറബ് ഭാഷയിൽ സിറാത്ത് എന്ന് പറയാറുള്ളത്. ഈ ആയത്തിൽ അസ്സിറാത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. ചില പണ്ഡിതന്മാർ, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഖുർആനാണ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ചില പണ്ഡിതന്മാർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതാണ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്ലാമാണ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ചിലർ പറഞ്ഞു അൽ ഹക്ക്, സത്യമാണ് ഈ സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നാൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് ഈ അഭിപ്രായങ്ങളെല്ലാം ഒരർത്ഥത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥവും അവിടെ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പരിഗണിക്കുവാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുന്നുണ്ട്.
ഇവിടെ നേരായ മാർഗം സ്വീകരിച്ചവരെയാണ് ഈ സിറാത്തിൽ മുസ്തഖീമിൽ നിന്നും വഴിതെറ്റിക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ നേരായ മാർഗം സ്വീകരിച്ചവരാണല്ലോ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ ആ കാര്യത്തിന് വേണ്ടി നമസ്കാരങ്ങളിലും മറ്റും നമ്മൾ നിരന്തരം ഈ പ്രാർത്ഥന പിന്നെയും ആവർത്തിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നിയേക്കാം. കാരണം ഒരിക്കൽ അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് കിട്ടിയതിനു ശേഷം സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ചതിന് ശേഷം വീണ്ടും ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഇബ്നു കസീർ റഹിമഹുള്ള ആ ചോദ്യത്തിന്റെ മറുപടിയായിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ വിഷയം. അദ്ദേഹം പറയുകയാണ്, നേടിക്കഴിഞ്ഞ ആ ഒരു കാര്യം പിന്നെയും ലഭിക്കുവാനല്ല നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സദാസമയത്തും ലഭിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്, അതിന്റെ അനിവാര്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്. ശേഷം അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വഴിപിഴച്ചു പോകാതെ സ്ഥിരചിത്തതയോടുകൂടി അതിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടും അതിൽ അഭിവൃദ്ധിയും വളർച്ചയും ലഭിച്ചുകൊണ്ടിരിക്കുവാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന്റെ സഹായവും തൗഫീഖും നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ അത് ലഭിക്കേണ്ടതുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ സ്വന്തം ദേഹത്തിന് പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ വേണ്ടിയിട്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സഹായം എല്ലാ സമയത്തും നമുക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. ഇക്കാരണം കൊണ്ടാണ് ആ രൂപത്തിലുള്ള പ്രാർത്ഥനയും പരിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിക്കുന്നത്. സൂറത്ത് ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്ന് നീ കാരുണ്യം പ്രദാനം ചെയ്യുകയും അതുപോലെ തന്നെ നിശ്ചയമായും നീ തന്നെയാണ് വലിയ ദാനക്കാരൻ എന്നതാണ് സഹോദരങ്ങളെ സൂറത്ത് ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കാരുണ്യം പ്രദാനം ചെയ്യുകയും വേണമേ എന്ന് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് എന്നർത്ഥം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നാണ്. അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ ഞങ്ങളെ നീ ആക്കണമേ എന്ന് അള്ളാഹുവോട് ചോദിക്കുകയാണ്. ആ പാതയുടെ നിഷേധാത്മകമായ ഒരു വശമാണ് സഹോദരങ്ങളെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ കോപവിധേയരായിട്ടുള്ള ഒരു വിഭാഗം, വഴിപിഴച്ചവരായ ആളുകൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കൂട്ടം ആളുകളാണ്. അവർ സ്വീകരിച്ച മാർഗത്തിലല്ല ഞങ്ങളെ നീ ആക്കേണ്ടത് എന്ന് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്നർത്ഥം. ഇവിടെ അള്ളാഹുവിന്റെ കോപബാധിതരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹു വഴിപിഴച്ചവരെന്ന് പറഞ്ഞ ആളുകൾ, ഇത് ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇമാം അഹ്മദും അതുപോലെ തന്നെ തിർമിദിയും ഇബ്നു ജരീരും ഇബ്നു അബീ ഹാത്തിമും ഇബ്നു ഹിബ്ബാൻ മുതലായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, കോപബാധിതരായിട്ടുള്ള ആളുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യഹൂദികളാണ് എന്നും വഴിപിഴച്ചവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളതിന്റെ ഉദ്ദേശം അത് ക്രൈസ്തവരാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്താവിച്ചതായി വന്നിട്ടുണ്ട് എന്ന് ഈ മുഹദ്ദിസുകൾ, ഇവിടെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. സഹാബികളിൽ നിന്നും അപ്രകാരം റിവായത്തുകൾ വന്നതായിട്ട് നമുക്ക് വേറെയും കാണാൻ വേണ്ടി കഴിയും. സഹോദരങ്ങളെ, ഈ രണ്ട് വാക്കുകളുടെയും വ്യാഖ്യാനത്തിൽ ഏത് വാക്കുകളുടെ വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഇതല്ലാതെ മറ്റൊരു വ്യാഖ്യാനവും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ എന്ന് പോലും ചില പണ്ഡിതന്മാർ, ഇബ്നു അബീ ഹാത്തിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രസ്താവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വ്യാഖ്യാനം നിലവിലിരിക്കെ, അതായത് ഈ രണ്ട് വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് യഹൂദികളാണ്, അത് ക്രൈസ്തവരാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ നമ്മളുടെ മുമ്പിൽ നിലനിൽക്കെ മറ്റു വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് അത് ആരെ
ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അന്വേഷിച്ചു പോകേണ്ട ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ കോപവിധേയരായിട്ടുള്ള യഹൂദികളും അതുപോലെ തന്നെ വഴിപിഴച്ചു പോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ക്രിസ്ത്യാനികളെ കുറിച്ചുമുള്ള ആ ഒരു വിഷയം, അത് വരുവാൻ, അവർ കോപവിധേയരാകുവാനുള്ള കാരണം, അവർ വഴിപിഴച്ചു പോകുവാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചും അള്ളാഹുവിന്റെ കോപത്തിനും വഴിപിഴവിനും കാരണമാക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാർഗം എന്നുള്ളതിനെ കുറിച്ചും അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇൻഷാ അല്ലാഹ് അത് വിശദമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ വിഭാഗം ഏതാണ് എന്നും അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ യഹൂദികളുടെ സ്വഭാവം എന്താണ് എന്നും സത്യമാർഗത്തിൽ നിന്നും വഴിപിഴച്ചവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, ഈ കൂട്ടരുടെ വിശ്വാസ കർമ്മ മേഖലകളിൽ വെച്ചു പുലർത്തുന്ന ആശയാദർശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. എങ്കിൽ മാത്രമാണ് നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് നമ്മെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വിഷയ സംബന്ധമായി അല്പം കൂടി ദൈർഘ്യത്തിൽ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്, നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനെ കുറിച്ച് ഒരു തുടർച്ച എന്നോണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വിഷയം വളരെ ഗഹനമായി കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.